അപ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഒരു ഇബാദത്തും ഈ രൂപത്തിലില്ല. മറ്റേത് ഇബാദത്തുകളും എന്തെങ്കിലും സാഹചര്യങ്ങളോ അവസരങ്ങളോ വന്നാൽ അതിൽ ഇളവുകളുണ്ട്. നിസ്കാരം ഒരു മനുഷ്യന് ബുദ്ധിയുണ്ടോ നിസ്കരിച്ചിരിക്കണം, അവൻ അനങ്ങാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണം. അങ്ങനെ കിടക്കാൻ ഒന്നും അനങ്ങാനുള്ള ശേഷിയില്ല, കയ്യുമ്മലും കാലുമ്മലും ഒക്കെ വയറും എല്ലാം ഉണ്ട്, ഉളുടുക്കാൻ വയ്യ, തയമ്മും ചെയ്യാൻ വയ്യ, ഒന്നിനും കഴിയുന്നില്ല. ഐസിയുലോ മറ്റോ കിടക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. പലപ്പോഴും സഹോദരങ്ങളെ ആളുകൾ അറിവില്ലായ്മ കൊണ്ട് 50-60 കൊല്ലം നിസ്കരിച്ചിട്ടുണ്ടാവും. മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഇങ്ങനെ എന്തെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പ് അറിവില്ലായ്മ കൊണ്ടാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ചില ആളുകൾ നിസ്കരിക്കൂല, അപ്പോൾ വരെ നിസ്കരിക്കണമെന്നാണ്. ഒരാൾക്ക് ഒളു കൊടുക്കാൻ പറ്റൂല, എന്നാൽ തയമ്മും ചെയ്യാം. തയമ്മും ചെയ്യാൻ പറ്റൂല, എന്നാൽ എങ്ങനെയാണോ അയാളുള്ളത് അങ്ങനെ നിസ്കരിക്കാൻ. മേത്തിന് അരിസുണ്ട്, വൃത്തിയാക്കാൻ പറ്റൂല, എന്നാൽ അങ്ങനെ നിസ്കരിക്കുക. ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെ നിസ്കരിക്കുക. ബുദ്ധി ഉണ്ടോ നിസ്കരിച്ചിരിക്കണം എന്നാണ്. ഒരാൾക്ക് ഫുഖഹാക്കൾ വിശദീകരിച്ച ഒരാൾക്ക് പറഞ്ഞതുപോലെ സാധിക്കുമെങ്കിൽ നിന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കാൻ റുക്നാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ വശത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാം, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട്. അതും സാധിക്കില്ലെങ്കിൽ മുത്തജിഅൻ കിടന്നുകൊണ്ട് നിസ്കരിക്കാം. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ കിടന്നിട്ട് ഒരാൾക്ക് കൈ ഇങ്ങനെ ഉയർത്താനൊക്കെ സാധിക്കുമെങ്കിൽ കൈ ഉയർത്തിയിട്ടൊക്കെ നിസ്കരിക്കണം. അതിനൊന്നും കഴിയില്ല എങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. റുക്കുവിന്റെ സമയത്ത് താഴത്തേക്ക് നോക്കുക, അങ്ങനെ നിസ്കരിക്കുക. അതും പറ്റില്ലെങ്കിലോ കിടന്നിട്ട് ആലോചിക്കുക. നാവുകൊണ്ട് ചൊല്ലാളാവതില്ലെങ്കിൽ മനസ്സിലാലോചിക്കുക. ബുദ്ധി ബാക്കിയുണ്ടോ നിസ്കരിച്ചിരിക്കണം. അതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. നിസ്കാരം എന്നത് ബുദ്ധി ബാക്കിയുണ്ട് എങ്കിൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റൂല. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ നിയമം അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, പലപ്പോഴും ഇസ്ലാമിന്റെ പ്രതാപത്തിനും ഇസ്ലാമിന്റെ വിജയത്തിനും വേണ്ടിയൊക്കെ വളരെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ധാരാളമായി സംസാരിക്കുന്ന, ശത്രുക്കളുമായി എതിരിടണം എന്നൊക്കെ വലിയ വികാരത്തോടുകൂടി പറയുന്ന പല ആളുകളും പലപ്പോഴും ജിഹാദ് ചെയ്യണ്ടേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. വികാരത്തിന്റെ പുറത്താണ്. പലരോടും ഒന്ന് ചോദിച്ചാൽ, സഹോദര എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എന്താണ് നീ നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. നിസ്കാരം അറിയാതെ ഏത് ജിഹാദിനാണ് നീ പോകുന്നത്? നിസ്കാരം മനസ്സിലാക്കാതെ ഏത് ജിഹാദാണ് നീ വിജയിക്കാമെന്ന് വിചാരിക്കുന്നത്? പേടിക്കുന്ന സന്ദർഭത്തിലുള്ള നിസ്കാരമാണ്. ചിലപ്പോ ഈ ആളുകൾ ജിഹാദിന്റെ കഥ പറയുമ്പോൾ ചിലപ്പോ നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം ഒന്നാണ്, അവനെ ജിഹാദിന്റെ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കുക, എന്നൊക്കെ എന്തായാലും അറിയോ? ആളുകൾ ജിഹാദിന്റെ സമയത്ത് നിസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, നിർഭയനായി മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്നെ ആൾക്കാർക്ക് അറിയില്ല. എങ്ങനെ അതിന്റെ നിയമങ്ങൾ? ഒന്ന് നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ, എന്തെങ്കിലും തെറ്റിപ്പോയാൽ കഴിഞ്ഞവന്റെ നിസ്കാരം എന്തെങ്കിലും ചെയ്യേണ്ടത് അറിയില്ല. ചില ആളുകൾ കൈ അയച്ച് ഒന്നാകെ സ്റ്റാർട്ട് ചെയ്യും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താളെ. സുബ്ഹാനല്ലാഹ്, എന്താണ് നിസ്കാരത്തിൽ ചൊല്ലുന്നത് എന്ന് പലർക്കും അറിയില്ല. ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയാത്ത ആൾക്കാരാണ്. സഹോദരങ്ങളെ, ഈ നിസ്കാരവുമായി നമ്മൾ എന്ത് ജിഹാദാണ് വിജയിക്കാൻ പോണത്? ഏത് വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ കൽപ്പന നിസ്കാരം, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ. ഇത്തരം കാര്യങ്ങളിലുള്ള അലംഭാവവും അശ്രദ്ധയും അത് നമ്മൾ ആദ്യം മാറ്റിവെക്കണം. വികാരത്തിന്റെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ, വിധിവിലക്കുകൾ പഠിക്കാതെ ഇത്തരം ചർച്ചകൾ, ചില ആളുകൾ അവർക്ക് ഇസ്ലാം കേട്ടാൽ ഒന്നാമത്തെ ചർച്ച ജിഹാദാണ്. സഹോദരൻ, ആദ്യത്തെ വിധിവിലക്ക് നിസ്കാരമാണ്, അത് പഠിക്കാതെ. അതിനുശേഷം നോമ്പുണ്ട്, സക്കാത്തിന്റെ ഇതൊക്കെ ഉണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അരികിൽ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ കുറച്ചാളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അലാ തുഖാതിൽ, താങ്കൾ യുദ്ധത്തിൽ ഇറങ്ങുന്നില്ലേ? ഫിത്ന നടന്നുകൊണ്ട് നാട്ടിലാകെ കുഴപ്പമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല.
ഞാൻ ഈ യുദ്ധത്തിനില്ല. അപ്പോൾ അദ്ദേഹം ഈ ചോദിച്ചയാൾ പറഞ്ഞു, അലാ തുഖാതിൽ ഹത്താ തകൂന കലിമത്തുല്ലാഹി അൽ ഉല്യ, അള്ളാഹുവിന്റെ വചനം ഉന്നതമാകുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് ഖാതൽനാ ഹത്താ കാനത് കലിമത്തുല്ലാഹി ഹിയ അൽ ഉല്യ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുന്നത് വരെ ഞങ്ങളൊക്കെ യുദ്ധം ചെയ്തതാണ്. ഇപ്പോൾ നീയും നിന്റെ കൂട്ടുകാരും യുദ്ധം ചെയ്യുന്നത് ആ ഉദ്ദേശത്തിലല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജിഹാദിന് അള്ളാഹ് ഇത്ര പ്രതിഫലം പറഞ്ഞിട്ടില്ലേ? ഇബ്നു ഉമർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്ത് കലിമ, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിൽ ഞാൻ ജിഹാദ് കാണുന്നില്ല. ഫിത്നന്റെ സന്ദർഭത്തിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാക്കാണത്. സഹോദരങ്ങളെ, ആദ്യം പഠിക്കണം.